അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ദിവസമായി വെയിറ്റിങ്ങിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കോഴിമുട്ട മാറ്റി വെക്കുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ കോഴിമുട്ടേനുള്ളിൽ നിന്ന് കുഞ്ഞുമക്കളെ കരച്ചിൽ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് രാത്രി തന്നെ വിരിയൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. മുട്ടകളൊന്നും അങ്ങനെ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടില്ല. ഡേ 18-നാണ് ഞാൻ കോഴിമുട്ട ഇൻക്യുബേറ്ററിൽ നിന്ന് മാറ്റുന്നത്. ആ ഒരു ട്രേയിൽ നിന്ന് മാറ്റിയിട്ട് നേരെ നെറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ 4 കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാക്കി കോഴിമുട്ടയ്ക്കൊക്കെ കൊത്ത് വീണിട്ടുണ്ട്. ഇനി അതൊക്കെ വിരിഞ്ഞ് കിട്ടണം. 4 ആളും നല്ല സൈലൻ്റാണ് കേട്ടോ. സൈലൻ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനിയും ഒരുപാട് കോഴിമുട്ടകൾ നമുക്ക് വിരിഞ്ഞ് കിട്ടാനുണ്ട്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു വൈകിട്ടൊക്കെ ആവുന്ന സമയത്ത് ഞാൻ ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് നോക്കി. ആ ഒരു സമയത്തും കുറച്ചും കൂടി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ വിരിഞ്ഞ സമയത്ത് ഞാൻ ഇൻക്യുബേറ്ററിൽ നിന്ന് കുഞ്ഞുങ്ങളെ മാറ്റാറില്ല. അവരെ കുറച്ച് സമയം കൂടി അവിടെ വെക്കും. അതായത് ആ ഒരു നനവൊക്കെ മാറി അവരൊന്ന് ഉഷാറായി വന്നിട്ടേ ഞാൻ അവരെ മാറ്റാറുള്ളൂ കേട്ടോ. പിന്നെ ഇടയ്ക്ക് ആ മുട്ടത്തോലുകളൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കി കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ വേറെ വിരിയാത്ത കോഴിമുട്ട ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ആ ഒരു മുട്ടത്തോല് പറ്റി പിടിച്ച് കിടന്നാൽ പിന്നെ ആ ഒരു മുട്ട വിരിഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ ഒരു മുട്ടത്തോടൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. കുറച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും കുറച്ചും കൂടിയൊക്കെ വിരിയാനുണ്ട്. വെള്ളം വറ്റിയല്ലോ. ഇതെന്താ വെള്ളം വെള്ളം വറ്റി. കോഴിഞ്ഞ പേര് വെല്ലെടുക്ക കളിപ്പോ. ഞാൻ എല്ലാ പ്രാവശ്യവും നാടൻ കോഴിക്കുഞ്ഞുങ്ങളെയാണ് വിരിയിക്കാറ്. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് എൻ്റെ ഇൻക്യുബേറ്ററിൽ വേറൊരു ബ്രീഡിനെ ഞാൻ വിരിയിപ്പിച്ചിറക്കുന്നത്. ഇത് സൊണാലിയാണേ കോഴി. ഇത് എനിക്ക് കുറച്ചും കൂടി ഇത് തോന്നിയതെന്ന് പറഞ്ഞാൽ ഇവർ കുറച്ചൊരു വികൃതികളാണ്. അതായത് അടങ്ങിയിരിക്കില്ല. സാധാരണ ഞാൻ നാടൻ കോഴികളെ വിരിയിക്കുന്ന സമയത്തേ അവർ ഇൻക്യുബേറ്ററിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. പക്ഷേ ഇവരങ്ങനെയല്ല കേട്ടോ. ഇവർ ഇത്ര ചെറുപ്പത്തിലേ കൊത്തുകൂടാൻ തുടങ്ങി. ഇവർ കൊത്തുകൂടൽ സ്റ്റാർട്ട് ചെയ്തു. അതുമാത്രമല്ല കൊത്തുമുട്ട ഉണ്ടല്ലോ, കൊത്ത് വീണ മുട്ടകളൊക്കെ ഇവരിങ്ങനെ കുത്തി പൊട്ടിക്കുന്നുണ്ട്. അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ട് കേട്ടോ. ഈ ഒരു ബ്രീഡിനെ വളർത്തുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ല ബ്രീഡാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നാടൻ കോഴികളെ അതേ സെയിം തന്നെയാണ് കേട്ടോ. ഇറച്ചിക്കായാലും സെയിം അതേ ടേസ്റ്റ് തന്നെയാണെന്ന് അങ്ങനെയാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. പിന്നെ ഇവർ ഒരുപാട് ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കില്ല. കാണാനൊക്കെ നാടൻ കോഴിൻ്റെ ഒക്കെ ഏകദേശം അതേ ലുക്ക് തന്നെയാണ്. ബിന്ദു ചേച്ചിൻ്റെ വീട്ടിൽ കണ്ട സമയത്ത് തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നു അതിൽ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തണം എന്നുള്ളത്. ഇവർ വിരിഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ് കേട്ടോ. ഒട്ടും അടങ്ങിയിരിക്കുന്നില്ല. സാധാരണ ഇൻക്യുബേറ്ററിൽ വിരിയിക്കുന്ന സമയത്ത് കോഴിക്കുഞ്ഞുങ്ങളെ ചൂടും തട്ടിയിട്ട് അങ്ങനെ കിടക്കാറാണ് ചെയ്യുക. പക്ഷേ ഇവർ നേരെ തിരിച്ചാണ്. മുട്ടത്തോടുകളൊക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. കാരണം കൊത്ത് വീണ മുട്ടേൻ്റെ മുകളിലൊക്കെ ഈ ഒരു മുട്ടത്തോട് വന്ന് പറ്റി പിടിച്ച് കിടന്നാൽ ആ ഒരു മുട്ട ഇങ്ങനെ പൊട്ടി വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് മുട്ടത്തോടും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്.
കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടപ്പം ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഈ ഒരു സമയത്ത് ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാറില്ല. ഇതിപ്പോൾ ജൂണാണ്. ജൂണിൽ അത്യാവശ്യം മഴയും ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം. എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. അതാ കണ്ടില്ലേ, ഈ മുട്ടകൾക്കൊക്കെ നല്ല കൊത്ത് വീണിട്ടുണ്ട്. ഇവരൊക്കെ വിരിയാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ വിരിയുന്ന ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ അതൊന്നും നടന്നില്ല. ഓൾറെഡി ഫോണിന് കംപ്ലൈൻ്റ് ആണ്. അതിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു ചൂടത്തും കൂടി കൊണ്ടുപോയി ഫോൺ വെച്ചാൽ മൊത്തത്തിൽ അടിച്ചു പോകും. അതുകൊണ്ട് ആ ഒരു വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്യാവശ്യം വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കങ്ങനെ ഒരുപാട് കോഴിമുട്ട നഷ്ടപ്പെട്ടൊന്നും പോയിട്ടില്ല. ഞാൻ 54 കോഴിമുട്ട എങ്ങാനാണ് വിരിയാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ എനിക്കൊരു 46 മക്കളോളം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് കോഴിമുട്ട ഞാൻ കാൻഡിൽ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാത്ത 2-3 എണ്ണം ഒഴിവാക്കുകയും ചെയ്തു. ഒന്നും കൂടി എടുക്കി. ഓ നല്ല കോഴിക്കുഞ്ഞുങ്ങൾ വിരിയുന്നതിനനുസരിച്ച് ഞാൻ മുട്ടത്തോടൊക്കെ എടുത്ത് ഒഴിവാക്കാറുണ്ട്. ഇതിപ്പോൾ വീഡിയോ ചെയ്യാനും കൂടി ഉള്ളത് കൊണ്ടാണ് മുട്ടത്തോടൊക്കെ അങ്ങനെ വെച്ചത്. കുറേയൊക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും അവർക്ക് കുറച്ചും കൂടി സ്പേസ് ഉണ്ടാവുള്ളൂ കേട്ടോ അതിനകത്ത്. പിന്നെ അത് മാത്രമല്ല, ഇവർ അത്യാവശ്യം നല്ല വികൃതിയുള്ള കുഞ്ഞുങ്ങളാണ്. ഇവർ ഇണക്കം എനിക്ക് തോന്നുന്നു കുറച്ച് കുറവാണ് എന്നുള്ളത്. ഞാൻ കൂട്ടിലാക്കിയിട്ട സമയത്തും ഇവർക്ക് കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, നാടൻ കുഞ്ഞുങ്ങളെ വെച്ച് നോക്കുമ്പം ഇവർക്ക് ആ ഒരു ഉരുണ്ട മക്കളില്ലേ, അത് കുറവാണ്. ഇവരുടെ കാലൊക്കെ കുറച്ച് നേർത്തതാണ്. കാണുമ്പോൾ നമുക്ക് ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങളെ പോലെയൊക്കെ തോന്നും, പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ. വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അത് മാത്രമല്ല, ചില സമയങ്ങളിലൊക്കെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന സമയത്ത് അതിൽ വികലാംഗർ അല്ലെങ്കിൽ കാലിന് എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ കണ്ണിന് ചെറുകിന് അങ്ങനെ പ്രശ്നങ്ങളുള്ള കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഒരു ബാച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് അങ്ങനത്തെ കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇന്ന് രാത്രിയാകുമ്പം ഇവരെ ഞാൻ കൂട്ടിലേക്ക് മാറ്റുകയാണേ. കൊട്ടയിലേക്കൊക്കെ എടുത്തിട്ടിട്ട് ഇവരെ കൂട്ടിലേക്ക് മാറ്റണം. കൂടൊക്കെ ഞാൻ മുന്നേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഒക്കെ ക്ലീൻ ചെയ്തു. അതുപോലെ കൂടിൻ്റെ ഉള്ളിലൊക്കെ പുകയിട്ടു. അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചത്തുപോകാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒരു പുകയൊക്കെ ഇട്ട് കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു പേപ്പറും കൂടി വിരിച്ചിട്ട് ഇവരൊന്ന് കൂട്ടിലേക്ക് മാറ്റി കൊടുക്കണം. ഇവരിപ്പം ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മാറ്റാമെന്നായിരുന്നു വിചാരിച്ചത്, പക്ഷേ ഇവരെ മാറ്റിയേ പറ്റുള്ളൂ. കാരണം നന്നായിട്ട് കൊത്തു കൂടുന്നുണ്ട്. ഒന്നൊന്നിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി കളിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇവരെ കൂട്ടിലേക്ക് മാറ്റുക എന്നല്ലാതെ വേറൊരു രക്ഷയില്ല. പ്രഗ്നൻസി വരിക അമ്മ ആണെന്നല്ലേ?
ചെറിയ ചെല്ലും ഉണ്ട്. നോക്കാം. പിന്നെ അങ്ങോട്ട് എടുത്തിടണമെന്നല്ലേ. കാണുന്നുണ്ടോ? ഇത് വന്ന് വിളി. കാണുന്നുണ്ടോ? ഓ ഉണ്ടോ? കാണില്ല ഒന്നിനെ എടുത്തിട്ട് വാവാവോ നെല്ലിനെ എടുത്തിട്ട് ആട്ട് അവന്. പോയിതാ അവിടെ എങ്ങോട്ട് വാ. കിട്ടുന്നുണ്ടോ? അമ്മീനെ കൂട്ടിലേക്ക് കൊണ്ടുവര്. കോഴിക്കോട്ട് കറി. വേണം നോക്കണമല്ല വേണം. മരം വീണോയോ? എങ്ങനെ കാട്ടിന് വീണ? അല്ല കല്ല് വരാനല്ലേ? ജയ്യ 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 ജയ ജയ്യ ജയ്യ. മഴ ആകുമ്പോൾ ഈ തോട്ടിലെ മണ്ണ് സ്ഥലത്ത് ഓ ചോട് മണ്ടാക്കിട്ടായി. കോഴിക്കുഞ്ഞുങ്ങളെ ഇൻക്യുബേറ്ററിൽ നിന്ന് മാറ്റിയിട്ട് നേരെ കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി അവർക്ക് തീറ്റയും അതുപോലെ വെള്ളവും കൊടുക്കണം. ഞാൻ അവർക്ക് സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത്. സ്റ്റാർട്ടർ ഞാൻ അന്ന് തന്നെ പോയി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഒരു പാത്രത്തിലാണ് ഇട്ട് കൊടുക്കുക. ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ അവർ ചിന്തിക്കളയില്ല കേട്ടോ, ചിന്തിക്കളയില്ല. അതുപോലെ അത് അഴുക്കൊന്നും ആവുകയില്ല. അപ്പം ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ബോട്ടിലിൽ വെള്ളം കൊടുക്കുക. വെള്ളം ബോട്ടിലിൽ കൊടുത്താൽ അതും അങ്ങനെ അഴുക്കാവില്ല കേട്ടോ. കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയപ്പോൾ ഒരു സമാധാനം കിട്ടിയത്. ഇത്രയും ദിവസം ഭയങ്കര ടെൻഷനായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കാലാവസ്ഥ എങ്ങനെയായിരുന്നു, ഭയങ്കര ഇടിയും മിന്നലൊക്കെ ആയത് കാരണം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കറണ്ടാണെങ്കിൽ എങ്ങനെ പോയും വന്നും കളിക്കുന്നത് കൊണ്ട് അതും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ ഉണ്ട്. വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. അതുകൊണ്ട് ഞാൻ അവർക്ക് ബൾബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറിയൊരു കൂടിൻ്റെ മുൻവശത്ത് ചെറിയൊരു കർട്ടൻ പോലെയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് തണുത്ത കാറ്റൊന്നും പെട്ടെന്ന് അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കൂടിൻ്റെ ബാക്ക് ഭാഗത്തും ചെറിയൊരു ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തണുത്ത കാറ്റൊന്നും എന്തായാലും വരില്ല. അത്രയും നേരം എടുത്തിന്, ഇപ്പം കട്ടാക്കിയിട്ടാണ്.